തൃശൂർ മാളയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ തടഞ്ഞ KPMS സംസ്ഥാന സംഘടനാ നേതാവ് ലോചൻ അമ്പാട്ടിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എന്ന വാർത്ത വരുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട KSRTC ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് സമരാനുകൂലികൾ തടഞ്ഞു. പഴങ്ങാടിയിൽ കടകൾ അടപ്പിക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞതോടെ സമരക്കാർ കിഴക്കേക്കോട്ടയിലെത്തി. സമരത്തിൻ്റെ ഭാവം രീതികളുമൊക്കെ മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടകൾ അടയ്ക്കത്തില്ല എന്നായിരുന്നു നമുക്ക് ലഭിച്ചെന്ന വിവരം. അതുപോലെ ബസ്സുകൾ തടയില്ല, എന്നാൽ ഇതിന് വിരുദ്ധമായി മിക്കയിടങ്ങളിലും ബസ്സുകൾ തടയുന്നു, യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു. അതുപോലെ കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായികൾ പറഞ്ഞിരുന്നെങ്കിലും കടകൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യം സംസ്ഥാനത്തുടനീളമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കിഴക്കേക്കോട്ടയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാൻ ശ്രീജിത്ത് ചേരുകയാണ്. കിഴക്കേക്കോട്ട ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് വാഹനങ്ങൾ തടയുകയും കടകൾ അടച്ചിടുകയും ചെയ്താൽ ജനജീവിതം ബുദ്ധിമുട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പറയൂ ശ്രീജിത്ത്. രാവിലെ ഇതുവരെ കിഴക്കേക്കോട്ടയിൽ വാഹനങ്ങൾ തടയുന്നില്ലായിരുന്നു. വാഹനം ഇവിടുന്ന് സിറ്റി സർവീസുകളാണ് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സിറ്റി സർവീസുകൾ സുഗമമായി നടക്കുകയായിരുന്നു. എന്നാൽ അല്പം മുമ്പാണ് സമരാനുകൂലികൾ കിഴക്കേക്കോട്ട KSRTC ഡിപ്പോയിലെത്തി ഇവിടെ നിന്ന് പുതിയ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യരുതെന്ന് KSRTC അധികൃതരെ അറിയിച്ചത്. അതിനുശേഷം ഇതുവരെ ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് ബസ്സുകൾ പോയിട്ടില്ല. പുറത്തേക്ക് ബസ്സുകൾ പോയാൽ തടയുമെന്നാണ് സമരാനുകൂലികൾ അറിയിച്ചിരിക്കുന്നത്. മുൻകൂർ അറിയിപ്പ് നൽകി നടത്തുന്ന ഹർത്താലായതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്നാണ് ഈ സമര സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ചാലക്കമ്പോളത്തിലേക്ക് സമരാനുകൂലികൾ കടന്നിട്ടില്ല. ചാലക്കമ്പോളത്തിലെ പ്രധാന കടകളൊക്കെ 10 മണിയോടുകൂടി മാത്രമേ തുറക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചാലക്കമ്പോളത്തിലേക്ക് സമരാനുകൂലികൾ കടന്നിട്ടില്ല. ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ സിറ്റി സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയെല്ലാം സമരാനുകൂലികളുടെ സാന്നിധ്യമുണ്ട്. അവർ പുറത്തേക്ക് ബസ് പോയാൽ തടയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സമരാനുകൂലികൾ സമരസംഘടനയുടെ രക്ഷാധികാരി ശ്രീ അംബുജാഷുണ്ട്. ഇപ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെ സിറ്റിയിൽ ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണോ ബസ്സുകൾ? ഞങ്ങൾ വളരെ നേരത്തെ കൂട്ടി നോട്ടീസ് കൊടുത്തതാണ്. കേരളത്തിലെ ഏതാണ്ട് 60ഓളം ദലിത് സംഘടനകളും സമുദായ സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച ഹർത്താലാണ്. ഒരാഴ്ച മുമ്പേ ഇത് പ്രഖ്യാപിക്കുകയും KSRTC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു. അതുകൊണ്ട് പീസ്ഫുള്ളായി ഞങ്ങൾ ഇന്ന് ഡിപ്പോയിലടക്കം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഈ പ്രതിഷേധ സമരത്തിൽ ഹർത്താലിൽ സഹകരിക്കണം, വാഹനങ്ങൾ ഓടിക്കരുത്. നിർബന്ധമായി ഈ ഹർത്താലിനെ അധിക്ഷേപിച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ ഡെലിബറേറ്റായി വാഹനങ്ങൾ ഓടിച്ചാൽ ജനാധിപത്യപരമായി ഞങ്ങൾ റോഡ് ഉപരോധിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ വാഹനങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അഭ്യർത്ഥനയും ആഹ്വാനവും മാനിച്ച് ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ ഇറക്കാതെ സഹകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ല എങ്കിൽ ഞങ്ങൾ കാര്യമായും റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ സമരം മാറേണ്ടി വരും. അപ്പോൾ ഇനി ബസ് ഡിപ്പോയ്ക്ക് പുറത്തേക്ക് വന്നാൽ നിങ്ങൾ തടയുമെന്നാണോ? തടയും, തീർച്ചയായിട്ടും. കാരണം ഇത് ഒരു വലിയ ന്യായമായ ഒരു സമരമാണ്. നിതിൻ രാജിൻ്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ട് ഇതിനോട് സഹകരിക്കണം. വണ്ടികൾ ഇറക്കിയാൽ ഞങ്ങൾ തടയും. ഡിപ്പോയ്ക്ക് പുറത്തേക്ക് ബസ്സുകൾ ഇറക്കിയാൽ തടയുമെന്നാണ് സമരാനുകൂലികളുടെ ഭീഷണി. ഇപ്പോൾ വലിയ പോലീസ് സാന്നിധ്യവും ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇവിടെ. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.